ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണുള്ളത്. ഇത് വൈകിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ കേട്ടോ, നമുക്കൊരു അടിപൊളി ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വൈകിട്ടുള്ള ഒരു സ്നാക്സ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 പഴം നുറുക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞതായിട്ട് നുറുക്കിയത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. തേങ്ങാപ്പാലാണിത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏത് നെയ്യാണെന്ന് വെച്ചാൽ ആ നെയ്യ് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാൻ അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പഴം നുറുക്കിയതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാറ്റി വെച്ചിരിക്കുന്ന ആ പഴം നുറുക്കിയതുണ്ടല്ലോ, കുഞ്ഞതായിട്ട് നുറുക്കിയാൽ മതി. നമുക്കൊന്ന് വെന്ത് കിട്ടുന്ന പാകത്തിനാണ് കേട്ടോ. അപ്പോൾ പഴം ഇടാനായിട്ടില്ല കേട്ടോ. പാലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചോട്ടെ. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് സാവോനരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം കുതിർന്ന് കിട്ടും, പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ ഒരു ഇതിലായി കിട്ടും. അപ്പോൾ അതൊന്ന് നമ്മുടെ ഈ ഒരു പാലിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആ ഒരു കണ്ണ് രൂപത്തിലാവുമല്ലോ. അപ്പോൾ ആ ഒരു കണ്ണ് രൂപത്തിലാവുന്ന രീതിയിൽ വരെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ആ സാവോനരി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളച്ചോട്ടെ. അപ്പോൾ അതിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ഒരു വേവ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു മുകളിലൊരു ഇതുപോലെ കാണാൻ പായസത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ നാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നല്ല വീഡിയോസ് ഉണ്ട്. വീട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെയും പിന്നെ ഞാൻ ഇതേപോലെ പാചകത്തിൻ്റെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കും ഒരു വരുമാന മാർഗ്ഗമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളിലും ഒന്ന് ബിസി ആയിരിക്കുക. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് മതി നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ചിലവുകൾക്ക് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്നതിന് പകരമായി എല്ലാവരും എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ കണ്ണിൻ്റെ രൂപത്തിലുള്ള ഞാൻ നേരത്തെ കയ്യിലെടുത്ത് കാണിച്ചില്ലേ, അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അടുത്തത് പാലൊക്കെയാണ്. പാലും പഴമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി പഴത്തിൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പഴം ഒന്ന് ഉടഞ്ഞ് വരുന്ന രൂപത്തിലൊന്ന് വെന്ത് വന്നോട്ടെ. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചിലരിത് പഴം ആദ്യം നമ്മൾ വേവിച്ചിട്ട്, അതായത് നമ്മൾ പഴം ഒന്നിങ്ങനെ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അതും ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ സാവോനരി സെപ്പറേറ്റ് വേവിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. 2-3 രീതിയിൽ ഉണ്ടാക്കാത്ത രൂപത്തിൽ ഒരൊറ്റ രൂപത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് പഴം ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് അത് ഇതിലേക്ക് ഇടാൻ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള. ഇനി നമുക്ക് ഈ 1-ാം പാലൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. 1-ാം പാൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നാൽ മതി. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു പായസത്തിൻ്റെ ഒക്കെ ഒരു ലുക്കാണ്. വൈകിട്ടുള്ള സ്നാക്സിന് പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇട്ടത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പായസത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പായസം എന്നും പറയാം, ഒരു കുറുക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇറക്കി വെക്കാൻ നേരത്ത് നമുക്കൊന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി
മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറുകി ആയിട്ടുള്ള രൂപത്തിലാണ് കഴിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാവുന്നതാണ്. അതല്ല ഒരു പായസത്തിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. നല്ലൊരു ടേസ്റ്റ് ആട്ടോ, നല്ലൊരു അടിപൊളി ടേസ്റ്റാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ്. ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വൈകിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.